ഹലയ അനലിറ്റിക്കൽ സേവനം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദയവായി കടലത് കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. താഴെ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി നോക്കാം. ആവശ്യമെങ്കിൽ താൽക്കാലികമായി നിർത്താൻ കഴിയും. കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും കൂടുതൽ വിശദമായി പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യും. ഈ അവലോകനം സൃഷ്ടിച്ചത് മെയ് 17, 2025 ഡാറ്റ ഉപയോഗിച്ചാണ്. വർഗീകരണം വഴി കടലത് കമ്പനി എഡിവേറ്റഡ് ഹാനിമനയുടെ ഉപവിഭാഗത്തിൽപ്പെടുന്നു. ദൈർഘ്യോ ദമക്കൗണ്ട് 31 കമ്പനികൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. ഇത് തികച്ചും പ്രതിനിധിയാണ്. ഓർഡറുകളിലെ തീരുമാനങ്ങൾ വീഡിയോയുടെ അവസാനം ഞങ്ങൾ കാണും. സംശയാസ്പദമായ കമ്പനിയുടെ ഫലം ഇതാണ്. 10 പോയിന്റിൽ 9.5. ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ 0.8 പോയിന്റ്. നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ മൊത്തം യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ നമുക്ക് കാണാം. സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ 1.9 പോയിന്റാണ്. കമ്പനിയുടെ 9.5 റേറ്റിംഗിനെതിരെ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. ഉപവിഭാഗം കമ്പനികളും കമ്പനിയുടെ ഓഹരികൾ 12 മാസത്തിലേറെയായി ഞങ്ങൾ കാണുന്നു. -6.1% ചലനാത്മക കാണിച്ചു. 50.6% ഉപവിഭാഗത്തിലെ വിലമാറ്റത്തിന് എതിരാണ്. ഇത് കൃത്യമായി ഒന്നും അർത്ഥമാക്കുന്നില്ല, എന്നാൽ ഈ വസ്തുത കണക്കിലെടുക്കേണ്ടത് ആവശ്യമാണ്. സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം $0.5 ബില്യൺ. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $253 ബില്യൺ. $0.197 വിഹിതമാണ്. ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണിത്. കമ്പനിയുടെ പുസ്തക മൂല്യം $0.87 ബില്യൺ. $42 ബില്യൺ ഉപവിഭാഗ മൂലധനം. $2.084 വിഹിതമാണ്. വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. പങ്കിടുക ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂലധന മൂല്യനിർണ്ണയം 0.197%. പുസ്തക മൂല്യം 2.084%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 958% കൂടുതലാണ്. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. വിശകലനം ചെയ്യുന്ന കമ്പനിക്ക് $0.035 ബില്യൺ കടമുണ്ട്. പുസ്തക മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ ഇക്വിറ്റിയുടെ 4% പ്രതിനിധീകരിക്കുന്നു. കമ്പനിയുടെ ഡെറ്റ് ലെവൽ റേറ്റിംഗ് വളരെ നല്ലത് 2 പോയിന്റ്. കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും 4.2 ആണ്. 272.1 എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയിൽ ഇത് ഉപവിഭാഗത്തേക്കാൾ 98% കുറവാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തുക. വളരെ നല്ലത് 2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $117 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി ലാഭം $2,165 മില്യൺ. ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ 1748.7% കൂടുതലാണ്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 1.5 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 5.1 ആണ്. ഇത് ഉപവിഭാഗത്തിലെ ശരാശരിയേക്കാൾ 71% കുറവാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $340 മില്യൺ.
അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം $650 മില്യൺ. ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ 91% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 1. ഉപവിഭാഗത്തിൽ ശരാശരി 1.9%വുമായി മാർജിനലിറ്റി 34.8%. ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 32.9%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ നല്ലത് 0.5. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 0.087%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 126% കുറവാണ്. ഇത് കമ്പനിയുടെ നിലവിലെ ഓഹരി വിപണി മൂല്യത്തിലെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. ഗഡിൽ വെർഡ് ഹാനൽഡമെന്റ് ഒരുപക്ഷേ അമിതമായ വിലയിരുത്തലിലേക്ക്. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം $6,728,000. ഉപവിഭാഗത്തിന് $2,988,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 125.2%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ കമ്പനി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസാബിൾ 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ ലാഭം $1,583,800. ഉപവിഭാഗത്തിന്റെ ശരാശരി $11,000. കൂടാതെ ഉപവിഭാഗത്തിന്റെ ശരാശരിയും കമ്പനിയുടെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം 14,323%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5. ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിൽപ്പന അളവ് $4,545 ആണ്. ഉപവിഭാഗം $590,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 670%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും കമ്പനിയുടെ വരുമാനത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5. വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ 0.2%-ന് തുല്യമാണ്. ഉപവിഭാഗത്തിന് ശരാശരി 3.2%. ഇത് സാധ്യമായ ഷോർട്ട് സ്ക്യൂസിന്റെ സൂചകമാണ്. സൂചകം 14 കമ്പനിക്ക് 50% ലെവൽ കാണിക്കുന്നു. ഉപവിഭാഗത്തിന് ഈ നില ഏകദേശം 66%. സാങ്കേതികമായി ഉപവിഭാഗം ഓഹരികൾ ഇവയേക്കാൾ ഉയർന്നതാണ്. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $10 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം $19.76 ആണ്. നിലവിലെ വിലയും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 96%. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് ലഭ്യമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. സ്റ്റോക്ക് മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവര സംവിധാനം ഇനിപ്പറയുന്ന തീരുമാനം എടുത്തു. ഒരു ഷെയറിന് $10.05 എന്ന നിരക്കിൽ ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക. കമ്പനിക്ക് ഉയർന്ന മൂല്യനിർണ്ണയം ഉള്ളതിനാൽ ഡീൽ തുറന്നിരിക്കുന്നു. ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കിയാണ് നടത്തിയത്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 11.97 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 8.13 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. ഈ സാഹചര്യത്തിൽ 2025 ജൂൺ 16 ട്രേഡിംഗ് സെഷന്റെ അവസാനത്തിൽ ഡീൽ സ്വയമേവ അവസാനിക്കും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം.
ടിക്കർ ദലിയവ് യഥെന്നത് ഒരു കൗണ്ടർ വെയിലിംഗ് സെയിൽ ഓർഡർ ആയി മാറും. ബാലൻസ് ഓർഡറിലെ വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതാണ്. ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന്. മറ്റൊരു ഓർഡർ നിലവിലെ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു. അവസാനം വരെ വീക്ഷിച്ചതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി. ഡെറ്റൻറ്റ് കകലത. നിങ്ങളെല്ലാവരും ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്.